നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം ഡ്രസ് കോൺഫിഡൻസ്. അതായത് നമുക്ക് ഇഷ്ടമുള്ളൊരു വേഷം ധരിച്ച് ഇഷ്ടമുള്ളൊരു സാരിയോ ചുരിദാറോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു പാൻറ്റോ ഷർട്ടോ ധരിച്ചു കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇത് സത്യത്തിൽ ഈ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ ഏകദേശം ഒരു 80-90% സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നമാണ്. പുരുഷന്മാർ ചില ആളുകൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ സ്ത്രീകൾ 80% കൂടുതൽ സ്ത്രീകളും മനസ്സിൻ്റെ ഉള്ളിൽ വിഷമാണെന്ത്, ഇഷ്ടമുള്ളൊരു വേഷം നല്ല ഷേപ്പോടെ അല്ലെങ്കിൽ നല്ല സാരിയോ ചുരിദാറോ നല്ല ഷേപ്പോടെ ധരിച്ചൊരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പലർക്കും പങ്കെടുക്കാൻ പറ്റുന്നില്ല. പലരും വിചാരിക്കുന്നത് ഈ പ്രശ്നം ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം നിയന്ത്രിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 6 മാസം മുതൽ വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ലൈഫ് ലോങ് നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കൺട്രോൾ ചെയ്ത് വ്യായാമം എന്നുള്ള എക്സസൈസ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ബോഡീനെ എത്തിക്കാൻ പറ്റും. ഇത് വളരെ പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ശാസ്ത്രീയമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നോക്കാം, നിങ്ങളുടെ ഡ്രസ് കോൺഫിഡൻസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്ത് നോക്കാം ഓരോന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് അക്സെപ്റ്റ് യുവർ ബോഡി ഫസ്റ്റ്. അതായത് ദൈവം നമ്മളെ ഓരോരുത്തരെയും പല രീതിയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ ശരീരം അത് നിങ്ങൾ എന്ത് ചെയ്യുക, 100% സന്തോഷത്തോടെ സ്ഥിരീകരിക്കുക. ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് കൊടുത്ത അനുഗ്രഹത്തോട് നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ആ ബോഡിയെ നമ്മൾ നല്ല രീതിയിൽ സ്വീകരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം നൽകിയ ആരോഗ്യത്തെ, ആ ശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്യും, പാകത്തിന് ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് പലർക്കും സംഭവിക്കുന്നത്. നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിലല്ല പ്രശ്നം, പക്ഷെ അത് ദൈവം നൽകിയ അനുഗ്രഹത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നോടത്താണ് അപകടം സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ദൈവം നൽകിയ അനുഗ്രഹത്തിൽ സന്തോഷിക്കുക. നമ്മളെപ്പോഴും നമ്മളെക്കാൾ മുകളിലുള്ളവരെ നോക്കണം. നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കിയാൽ തന്നെ ഒരു പരിധി വരെ അതിന് സൊല്യൂഷൻ നമുക്ക് കിട്ടും. മറ്റൊരു പോയിന്റാണ് വെയർ ഫോർ യുവർ ഷേപ്പ് നോട്ട് യുവർ സൈസ്. അതായത് നിങ്ങൾ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഷേപ്പിന്, നിങ്ങളുടെ രൂപത്തിന്, നിങ്ങളുടെ ഹൈറ്റിന്, വെയിറ്റിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഡ്രസ്സുകൾ വാങ്ങാം. കാരണം ഇത് പറയാൻ കാരണം ചിലർക്ക് സാരി ധരിച്ച നല്ല ഷേപ്പ് ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് ചുരിദാർ ധരിച്ചായിരിക്കും ഷേപ്പ് വരിക, ചില ആളുകൾക്ക് മറ്റേ ജീൻസോ പാൻറ്റൊക്കെ ആയിരിക്കും ഷേപ്പ് വരിക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് ഏതാണോ സ്യൂട്ട് എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവരോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ചോദിച്ചറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ രൂപത്തിനും നിങ്ങളുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് അതിനനുസരിച്ച് ഷേപ്പ് മാത്രം അതിനനുസരിച്ച് ഡ്രസ്സ് മാത്രം ഇടുക. അല്ലാതെ ഓവർ സൈസിൽ പല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട പാലിക്കേണ്ട ഒരു പോയിന്റ്. മറ്റൊന്നാണ് ഫിറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബ്രാൻഡ്. അതായത് പല ആളുകളും വലിയ വില കൂടിയ ബ്രാൻഡൊക്കെ വാങ്ങും, പക്ഷെ ബോഡി നിങ്ങൾക്ക് ഫിറ്റ് ആയിട്ട് നിൽക്കുക. നേരത്തെ പറഞ്ഞ കണക്റ്റഡ് തന്നെ. ഞാൻ അത്രേ ഉള്ളൂ, നിങ്ങളെ ഹൈറ്റിന് വെയിറ്റിന് നിങ്ങളെ നിറത്തിനൊക്കെ അനുസരിച്ചുള്ള ഡ്രസ്സുകൾ വാങ്ങുക. വില കൂടിയ ബ്രാൻഡ്, ഇപ്പം നിങ്ങളൊരു വില കൂടിയ ബ്രാൻഡ് ഇട്ട് വിചാരിച്ച് സൗന്ദര്യം കൂടണമെന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾക്കുണ്ടോ എന്ത് ചെയ്യും, ഇപ്പോൾ ചില ലേഡീസിനെ കണ്ടാവും ഒരു 300 രൂപേൻ്റെ സാരി, ഒരു കോട്ടൺ സാരി ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും. കാരണം അവരുടെ ബോഡി എന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്രയുള്ള ബ്രാൻഡിലല്ല കാര്യം. എന്ത് ചെയ്യുക, നിങ്ങൾ ധരിക്കുന്ന നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ ഷേപ്പിലാണ് കാര്യം എന്നല്ലേ മനസ്സിലാക്കുക. മറ്റൊന്നാണ് പോസ്റ്റർ ചേഞ്ചസ് എവരിതിങ്. അതായത് ചില ആളുകളുണ്ടോ അങ്ങനെ ആടിക്കുഴഞ്ഞ് നടക്കുക അല്ലെങ്കിൽ ആടിക്കുഴഞ്ഞ് നിൽക്കുക. നമ്മൾ പോസ്റ്റർ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കണം, നല്ല കോൺഫിഡൻസോടെ നിൽക്കാൻ ശീലമാണ്. പക്ഷേ എങ്ങനെ ആടിക്കുഴഞ്ഞ് നിന്നാൽ അത് നിങ്ങളെ കോൺഫിഡൻസ് നശിപ്പിക്കുകയാണ് ചെയ്യുക. മറ്റൊന്നാണ് ഗ്രൂമിങ് ഓഫ് 50%. അതായത് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം മുടി അത്യാവശ്യം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നല്ല ഷേപ്പിലേക്ക് മുടിയൊക്കെ എന്ത് ചെയ്യുക, നല്ല ഡിസൈൻ ചെയ്യുക. ആർക്കത്ര ചിലവ്, നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, വീട്ടുകാരൊക്കെ ഹസ്ബൻഡോട് ചോദിച്ചു നോക്കുക. ഹസ്ബൻഡിൻ്റെ കൺസെപ്റ്റിനനുസരിച്ച് മുടി നല്ല രീതിയിൽ ഒന്ന് എന്ത് ചെയ്യും, ബ്യൂട്ടി പാർലറിൽ സെറ്റ് ചെയ്യുക. അത് പ്രത്യേകിച്ച് ഇപ്പം ആധുനിക കാലഘട്ടമാണ്. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുക, പച്ചപ്പരിഷ്കാരൊക്കെ വിളിച്ചിരുന്ന കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. ഈ മുടി ഒന്ന് സെറ്റാക്കിയാൽ തന്നെ, ലേഡീസിനെ സംബന്ധിച്ച് മുടി ഒന്ന് സെറ്റാക്കിയാൽ തന്നെ 50% നിങ്ങളെ കോൺഫിഡൻസ് റെഡിയാവും. ഞാൻ പറഞ്ഞത് മുടി വലിയ മോഡലാക്കി നടക്കണം എന്നല്ല, നിങ്ങളെ പ്രായത്തിനും നിങ്ങളെ കൾച്ചറൊക്കെ അനുസരിച്ച് അത്യാവശ്യം മുടിയൊക്കെ നല്ല ഭംഗിയായി കട്ട് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെതായ ഭംഗിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് ലേഡീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം മുടി എത്രത്തോളം നിങ്ങൾ ഷേപ്പിലേക്ക് നല്ല ഭംഗിയിലേക്ക് കൊണ്ടുവരുന്നു അത്രത്തോളം നിങ്ങളെ കോൺഫിഡൻസ്, നിങ്ങളുടെ ഡ്രസ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് ചോസ് കളേഴ്സ് ദാറ്റ് ഗ്ലോ ഓൺ യു. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ
പല ആളുകൾക്കും ചില ആളുകൾക്ക് ഇപ്പോൾ നമ്മളെ ദൈവം നൽകിയ നിറത്തിനനുസരിച്ച് വേണം നമ്മൾ കളറിലെ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാം. അതായത് ചില ആൾക്ക് ഇരുണ്ട നിറമുള്ള ആൾക്ക് ചില കളറുകൾ നല്ല മാച്ചാവും, ചിലർക്ക് വൈറ്റ് ആണെങ്കിൽ കുറച്ച് അത് മാച്ചാവും, ചിലർക്ക് അതിൻ്റെ മിക്സഡ് കളറൊക്കെ ആണെങ്കിലും. ഇത്രയേ ഉള്ളൂ, നിങ്ങളെ നിറത്തിന്, നിങ്ങളെ ഷേപ്പിന്, നിങ്ങളെ രൂപത്തിന് അനുസരിച്ചുള്ള ഡ്രസ്സുകൾ വാങ്ങി ഉപയോഗിക്കാൻ ശീലമാകുക. ചിലപ്പോൾ നമ്മൾ ടൗണിലൊക്കെ കാണാറുണ്ട്, ചില ചില ലേഡീസൊക്കെ ഡ്രസ്സ് ഇട്ട് പോകണം, ഒരു മാച്ചാത്ത കളർ. അങ്ങനെയല്ല, നിങ്ങളെ നിറത്തിനനുസരിച്ചുള്ള, നിങ്ങളെ ബോഡീൻ്റെ സ്കിൻ കളറിനനുസരിച്ചുള്ള ഡ്രസ്സ് വേണം സെലക്ട് ചെയ്യാൻ. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഓടിച്ചാടിപ്പോയിട്ട് എന്ത് ചെയ്യുക, തുണിഷാപ്പ് വലിച്ചു എടുക്കരുത്. ഒന്ന് പഠിച്ചിട്ട് ആദ്യം നമ്മളെ ബോഡീൻ്റെ നിറം, നമ്മളെ സ്കിന്നിൻ്റെ നിറം ഒന്ന് പഠിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യുക, എന്നിട്ട് വേണം എന്ത് ചെയ്യുക അത് വാങ്ങാൻ. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ അതേ നിറമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ചില കളറെല്ലാം സൂട്ടാവുണ്ടാവും, അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ സെയിം കളറുള്ള ആളുകൾക്ക്, നമ്മളെ സെയിം സ്കിൻ കളറുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് അതേപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് തെറ്റൊന്നുമില്ല. അല്ലാതെ ഒരു ഐഡിയ ഇല്ലാതെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മളിങ്ങനെ കല്യാണത്തിനോ പ്രോഗ്രാമിനോ പോകുമ്പോൾ ചില ആളുകൾ നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. ഒരിക്കലും നമ്മളെ മറ്റുള്ളവർ കമ്പയർ ചെയ്ത്, കാരണം ലോകത്തിലത്തെ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് നോക്ക്, ലോകത്തിലെ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് പോലെ ലോകത്തിലൊരു വ്യക്തി ഇതുവരെ ജനിച്ചിട്ടുമില്ല, ഇപ്പം ജീവിച്ചിരിക്കണമില്ല, ഇനി ജനിക്കാൻ പോകുന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തരും വ്യത്യസ്തരാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെ നമ്മൾ 100% അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തെ നല്ല രീതിയിൽ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ വ്യായാമം ചെയ്താൽ തീരാവുന്ന കേസുള്ളത്. ഇപ്പോൾ ഈ കേൾക്കുന്ന ഏതൊരാൾക്കും ഷേപ്പിലേക്ക് വരാം. എന്ത് ചെയ്യണം? നിങ്ങൾ ഷേപ്പ് നഷ്ടപ്പെടാനല്ല, അല്ലെങ്കിൽ നിങ്ങൾ സൗന്ദര്യം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം നിങ്ങളെ അശ്രദ്ധയാണ്. നിങ്ങളെ ഫുഡിങ്ങിലുള്ള അശ്രദ്ധ. ഫുഡൊന്ന് പാകത്തിന് കഴിക്കുക. ഫുഡ് നമ്മൾ 3 രീതി കഴിക്കുക. ഓവറായിട്ട് ഫുഡ് കഴിക്കുക, പാകത്തിന് കഴിക്കുക, കുറച്ചും കഴിക്കുക. ഈ കുറച്ച് കഴിക്കേണ്ട, ഓവർ കഴിക്കേണ്ട, പാകത്തിന് ഫുഡ് കഴിച്ചാൽ എന്നിട്ട് എന്ത് ചെയ്യാൻ, ഒരു ദിവസം അരമണിക്കൂർ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ തന്നെ ഈ കേൾക്കുന്ന 99% ആളുകളുടെയും ഡ്രസ് കോൺഫിഡൻസ്, നിങ്ങളെ ഷേപ്പ് 100% തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ മറ്റൊന്ന്, സ്മാൾ അക്സസറീസ് മേക്ക് ബിഗ് ഡിഫറൻസ്. അതായത് ചില എക്യുപ്മെൻറ്റ്സ്, ഒന്ന് ഞാൻ പറഞ്ഞു, അക്സസറീസിൽ മുടി റെഡിയാക്കിയാൽ തന്നെ ലേഡീസിനെ സംബന്ധിച്ച് എന്ത് ചെയ്യും, ഒരു 50% നിങ്ങളെ കോൺഫിഡൻസും കൂടും, നിങ്ങളെ സൗന്ദര്യം കൂടും. പിന്നെ ചില ക്ലിപ്പുകൾ, അല്ലെങ്കിൽ ചില ബാഗുകൾ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നല്ല ചപ്പലുകളൊന്നും ചെറിയ ഹീലിലെ ചപ്പലുകൾ പൊതുവെ ഒന്നും നല്ലതാണ്. പക്ഷേ ഹീല ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് പ്രയാസമാണെങ്കിൽ പോലും കുറച്ച് ഹൈറ്റ് കമ്മിയില്ല, അല്ലെങ്കിൽ മെലിഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഹീലിലെ ചെരുപ്പിട്ടാൽ തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. മാത്രമല്ല ഒരു സ്ത്രീനെക്കാണ് ഒരു പ്രത്യേകിച്ച് ഒരു ആകാര ഭംഗി കൂടാൻ സാധ്യത. അപ്പോൾ എന്ത് ചെയ്യുക, ചില അക്സസറീസിലൊക്കെ മാറ്റം വരുത്തുന്നതും ഇതിലൊന്നും തെറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഡ്രസ്സിങ് കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കാം. പിന്നെ ഈ കണ്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഫിറ്റ്നസ് ഇംപ്രൂവ്സ് ഡ്രസ് കോൺഫിഡൻസ്. നമ്മൾ കണ്ട ഡ്രസ് കോൺഫിഡൻസ് വർദ്ധിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വേഷം ധരിച്ച് പുറത്തിറങ്ങുന്ന രീതി ഒന്ന് കോൺഫിഡൻസ് കൂടി. ഇതിനെ ഏറ്റവും ചെയ്യണമെന്ന് ഫിറ്റ്നസ് ആണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്ത് എക്സസൈസ് ചെയ്യുന്നോ, എത്രത്തോളം നിങ്ങളുടെ ഫിറ്റ്നസ് റെഡി ആവും, നിങ്ങളുടെ മുഖത്തൊരു തെളിച്ചം വരും, നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല ഷേപ്പിലേക്ക് വരും, നിങ്ങളുടെ കൈയും കാലൊക്കെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വരും, നിങ്ങളുടെ സ്കിന്നിൽ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ സ്കിന്നിലൊക്കെ നല്ല സോഫ്റ്റ്നെസ് വരും, മുഖത്തും കണ്ണിനും പൊതുവെ ഒരു എനർജറ്റിക് ഫീൽ, ഒരു ഇടുപ്പ് ഫീൽ തോന്നും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിറ്റ്നസ്, ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ മാജിക് ഈ കാര്യത്തിൽ. ഫുഡ് ഈ പറഞ്ഞ കാര്യത്തിൽ തട്ടിപ്പ് കാട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ സൗന്ദര്യം ഘട്ടം നശിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഈ ഫുഡ് കൺട്രോൾ ചെയ്യുക, പിന്നെ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇത് തുടങ്ങി കിട്ടാനേ പ്രയാസമില്ല. ഒരു 1-2 മാസം ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ഒരു ഹാബിറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്, പല്ല് തേക്കുന്നത്, ബാത്റൂമിൽ പോകുന്നത്, കുളിക്കുന്നത്, അതേപോലെ തന്നെ എക്സസൈസും അതും നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മാറും. നിങ്ങളുടെ ഡ്രസ് കോൺഫിഡൻസ് നല്ല റെഡി ആവാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ എന്താണ് ഇന്നർ ടോക്ക് മാറ്റർ. അതായത് ഒരു കാരണവശാലും നമ്മളോട് പറയാം. ഇപ്പം നമ്മളോട് പറയാൻ ഞാൻ തടിച്ചവളാണ്, അല്ലെങ്കിൽ ഞാൻ തടിച്ചവനാണ്. നമ്മളെ ഫ്രണ്ട്സോടും പറയാം ഞാൻ തടി കൂടുതലാണ്. അങ്ങനെ പറയാനേ പാടില്ല. നിങ്ങൾ പറയണത് എന്താണ്, എൻ്റെ തടി റെഡിയായി വരുന്നുണ്ട്, ഞാൻ ഇപ്പോൾ മെലിഞ്ഞു വരുന്നു. അങ്ങനത്തെ നമ്മളെ മനസ്സിനെ കൊണ്ട് നമ്മൾ പറയാൻ മനസ്സിനോട് ബോധ്യപ്പെടുത്താൻ ഞാൻ തടിച്ചവളാണെന്ന് അല്ലെങ്കിൽ തടിച്ചവനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ മെലിയാൻ പോകുന്നില്ല. ഇതിന് ഗെയിം തുടങ്ങുന്നത് മനസ്സിലാണ്. ഈ ഫിറ്റ്നസിൻ്റെ ഡ്രസ് കോൺഫിഡൻസ് എന്ത് കാര്യത്തിലും തുടങ്ങുന്ന തീരുമാനങ്ങൾ വരുന്നത് മനസ്സിലാണ്. നമ്മൾ മനസ്സിനെ എപ്പോഴും പറഞ്ഞു നിർത്തേണ്ടതുണ്ട്. മനസ്സോട് പറയാം, ഞാൻ തടിച്ചിട്ടില്ല, ഞാനിപ്പോൾ മെലിഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത എക്സസൈസിലേക്ക് വരും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് എക്സസൈസിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, ഘട്ടം മെലിഞ്ഞ് വരും. അപ്പം മനസ്സിനാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നമ്മൾ നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ചോ ഒരു നെഗറ്റീവ് പറയാൻ പാടില്ല. ഞാൻ എപ്പോഴും മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സുന്ദരികളാണ്, ഞാൻ എന്ത് ചെയ്യുക ചെറുപ്പക്കാരിയാണ്, ആ മാനസികാവസ്ഥയിൽ തന്നെ വേണം ജീവിക്കാൻ. എന്നാൽ നിങ്ങളുടെ ഡ്രസ് കോൺഫിഡൻസ് വളരെ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറന്നു പോകരുത്. പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വാക്ക് ലൈക്ക് എ ക്വീൻ. ഒരു രാജ്ഞിയെ പോലെ, ഒരു രാജാവിനെ പോലെ നടക്കുക. നമ്മളെന്ത് ചെയ്യും, നടത്തം ശ്രദ്ധിക്കുന്ന കാര്യം. നടത്തൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് നടക്കുക നല്ല കോൺഫിഡൻസ്, നല്ല എന്ത് സ്റ്റഡിക്ക്, നല്ല എന്ത് ചെയ്യുക, നല്ല പവറിൽ, ഒരു മുഖത്തൊക്കെ ഒരു എനർജിയിൽ വേണം നടക്കാൻ. അല്ലാതെ അങ്ങനെ ആടിക്കഴിഞ്ഞ് നടക്കാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യുക, ഈ ജസ്റ്റ് ലൈക്ക് വാക്ക് എ ക്വീൻ അല്ല ക്വീൻ, ഒരു രാജാവിനെ പോലെ, ഒരു ആക്റ്റീവ് പോലെ നല്ല പവറിൽ, നല്ല ആഡംബരത്തിൽ എന്ത് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ആഡംബരം ഞാൻ ഉദ്ദേശിച്ചത് പണം മുടക്കില്ല ആഡംബരമല്ല, നമ്മളെ ഹൈറ്റിന്, നമ്മളെ നിറത്തിന്, നമ്മളെ വെയിറ്റിന്, നമ്മളെ രൂപത്തിനൊക്കെ അനുസരിച്ച് നല്ലൊരു പാകത്തെ വിലയിലെ ഡ്രസ്സൊക്കെ നല്ല കോൺഫിഡൻസോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. മറ്റൊരു വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.